ആൽഫ തിയോളജി ക്ലാസ്സിൻ്റെ പഠന ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചരിത്ര ക്ലാസ്സുകളിൽ കഴിഞ്ഞ ക്ലാസ്സിന് തുടർച്ചയായിട്ട് നമ്മൾ കാണുക മാർത്തോമാസ്നായകളുടെ ഐക്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എപ്രകാരമാണ് ഇവിടുത്തെ വിശ്വാസികളുടെ സമൂഹം കൂട്ടായിട്ട് പ്രയത്നിച്ചു എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ കർത്താവ് യേശു ആഗ്രഹിച്ചത് ഒരു തൊഴുത്തും ഒരു ഇടയനുമാണ്. പക്ഷേ ഗതിവശാൽ സഭയിൽ ഓരോരുത്തരുടെയും ഓരോ വ്യക്തികളുടെയും സ്വാധീനത്തിൻ്റെ പരിണത ഫലമായിട്ട് പല സഭകൾ, പല ഗ്രൂപ്പുകൾ ഉണ്ടായി. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നമ്മൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സൂക്ഷ്മമായിട്ട് പഠിക്കുകയുണ്ടായി. ക്ലാസ് കേൾക്കുന്ന പഠനാർത്ഥികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ വിഷയങ്ങൾ ഇതൊരു വലിയ വിഷയമാണ്. ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു വിഷയമാണ്. ഓരോ കാലത്തും ഓരോ ദിവസവും നടന്ന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിക്കുക. ഇപ്പോൾ എത്രമാത്രം നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ക്ലാസ്സുകളിൽ എടുക്കുമ്പോൾ അത് പൂർണ്ണമാവില്ല. അപ്പോൾ നേരത്തെ നമ്മുടെ ലിസ്റ്റിൽ, പ്രത്യേകിച്ച് നമ്മുടെ കരിക്കുലത്തിൽ കൊടുത്തിരിക്കുന്ന ചരിത്രപരമായ പുസ്തകങ്ങൾ, റഫറൻസ് ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിക്കുകയും ഒപ്പം ഈ ക്ലാസ് കേൾക്കുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ ചരിത്രത്തെ മനസ്സിലാക്കുവാനും അപഗ്രഥിക്കുവാനും അതിൻ്റെ വെളിച്ചത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ റഫറൻസ് കാറ്റലോഗിൽ കൊടുത്തിരിക്കുന്ന ചരിത്ര പുസ്തകങ്ങൾ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, റഫറൻസ് ഗ്രന്ഥങ്ങൾ വാങ്ങിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് റോക്കോസ് സ്കിസം, റോക്കോസ് സീസ്മയെക്കുറിച്ചാണ്. ഈ പ്രാവശ്യം നമ്മൾ വീണ്ടും കാണുന്നത് മേലൂസ് സീസ്മ. ഇത് ഏതാണ്ട് റോക്കോസ് സീസ്മ പോലെ തന്നെ ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. വൈദേശികമായ മെത്രാന്മാർ മാർത്തോമാസ്നാനികളെ ഭരിക്കുന്നു. മാർത്തോമാസ്നാനികൾ വൈദേശിക മെത്രാന്മാരുടെ ഭരണം ആഗ്രഹിക്കുന്നില്ല. അവർ 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ നിലനിന്നിരുന്ന കാൽഡിയൻ ബിഷപ്സിൻ്റെ ഭരണത്തിനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നീണ്ട വർഷക്കാലം പ്രൊപ്പഗാൻഡ ഫ്യൂതിക്ക് കത്തുകൾ എഴുതി വ്യക്തമായൊരു മറുപടി കിട്ടുന്നില്ല. ഇവിടുന്ന് ഒരു സ്വജാതീയ മെത്രാനെ, പറമ്പിച്ചാണ്ടി മെത്രാനെ അല്ലാണ്ട് ഒരു സ്വജാതീയ മെത്രാനെ വാഴ്ച കിട്ടുന്നില്ല. അപ്പോൾ കേരളത്തിലെ സഭയിൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ പഴയ കൂട്ടുകാർ വളരെ രൂക്ഷമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവർ പലയിടത്തും കൂടുകയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും റോമിലേക്ക് പല കത്തുകൾ മുഖാന്തരം തങ്ങൾക്ക് വിഷമസ്ഥിതി അറിയിക്കുകയും മാർപ്പാപ്പായുടെ വിധേയത്വമെന്നും പൂർണ്ണമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ സ്വജാതീയ മെത്രാന്, ഇവിടുത്തെ ഭാഷ സംസാരിക്കുന്ന, ഇവിടുത്തെ ആരാധനകൾ സ്വന്തം ഭാഷയിൽ അർപ്പിക്കുന്ന ഒരു മെത്രാൻ്റെ കീഴിലായിരിക്കാൻ വേണ്ടി ഇവിടുത്തെ വിശ്വാസികളുടെ സമൂഹം ആഗ്രഹിച്ചത് തികച്ചും ന്യായവും യുക്തവുമാണ്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസികളുടെ സമൂഹം അവർക്ക് ബന്ധപ്പെടാൻ നേരത്തെ 16-ാം നൂറ്റാണ്ട് വരെ ബന്ധപ്പെട്ടിരുന്ന, അവരെ ആധ്യാത്മികമായിട്ട് നയിക്കുകയും ഭരിക്കുകയും ചെയ്തിരുന്ന കാൽഡിയൻ പാത്രിയാർക്കീസിലേക്ക് അവർ വീണ്ടും തിരിയുകയാണ്. അപ്പോൾ കാൽഡിയൻ പാത്രിയാർക്കീസിന് വിശ്വാസികളുടെ സമൂഹം പല കത്തുകളും എഴുതുകയാണ്. 16-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ആധ്യാത്മിക നേതൃത്വം തങ്ങൾക്ക് വീണ്ടും ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പാത്രിയാർക്കീസിന് കത്ത് എഴുതി ഞങ്ങൾക്കൊരു ബിഷപ്പിനെ അവിടെ നിന്ന് അയക്കുക, സുറിയാനി ഭാഷയിൽ ബലിയർപ്പിക്കുന്ന, സുറിയാനി ഭാഷയിൽ ആരാധന നടത്തുന്ന ഒരു മെത്രാനെ വാഴ്ച കിട്ടുന്നതിന് വേണ്ടി ഇവിടുത്തെ വിശ്വാസികളുടെ സമൂഹം പല പ്രാവശ്യം കത്തുകൾ കാൽഡിയൻ പാത്രിയാർക്കീസിന് അയച്ചു. പല കത്തുകൾ കിട്ടിയ കാൽഡിയൻ പാത്രിയാർക്കീസ് ആയിരുന്ന ഔഡോ ഒരു തീരുമാനമെടുക്കുകയും മേലൂസ് എന്ന് പറയുന്നൊരു വൈദികനെ ബിഷപ്പായിട്ട് ഉയർത്തി കോൺസെക്രേറ്റ് ചെയ്ത് മാർത്തോമാസ്നാനികളുടെ ആധ്യാത്മികവും ഭൗതികമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് അയച്ചു. 1874
ഒക്ടോബർ മാസം 21 കേരളത്തിലെത്തുകയാണ്. ഇപ്പം പാത്രിയാർക്കീസായിരുന്ന ഔദോ മേലുസ് എന്ന വൈദികനെ മെത്രാനായിട്ട് അയക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ റോമിലെ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റ് വരാപ്പുഴയിലെ അപ്പസ്തോലികയായിരുന്ന ലേനാർഡ് മെല്ലാനോയ്ക്ക് ഒരു കമ്പി സന്ദേശം അയക്കുകയാണ്. കമ്പി സന്ദേശത്തിൽ 2 കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മേലുസ് മാർപ്പാപ്പായുടെ അനുവാദം ഇല്ലാത്ത വന്ന ഒരു മെത്രാനാണെന്നും, 2 വിശ്വാസികളുടെ സമൂഹത്തെ ഇക്കാര്യം അറിയിച്ച് മേലുസ് മെത്രാനെ സ്വീകരിക്കരുതെന്ന് വിശ്വാസികളെ അറിയിക്കണമെന്നുള്ള വാർത്ത ഓറിയന്റൽ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റ് അന്നത്തെ ബോംബെയിലെ ബിഷപ്പായിരുന്ന ലയോ മൗറിൻ മുഖാന്തരം കമ്പി സന്ദേശത്തിൽ വരാപ്പുഴയുടെ ആർച്ച് ബിഷപ്പ് ലേനാർഡോ മെല്ലാനയ്ക്ക് അറിയിക്കുക. ഈ വാർത്ത, ഈ കമ്പി സന്ദേശം ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മേലുസ് മെത്രാൻ കേരളത്തിൽ വരുന്നു. ഞാൻ നേരത്തെ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിരുന്ന പോലെ റോക്കോസ് മെത്രാൻ വന്നപ്പോൾ വിശ്വാസികളുടെ സമൂഹം എത്രമാത്രം തീക്ഷ്ണമായിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചുവോ അതുപോലെ തന്നെ അന്നത്തെ വിശ്വാസികളുടെ സമൂഹം പൗരസ്ത്യ പാത്രിയാർക്കീസ് ആയിരുന്ന കാലിയൻ പാത്രിയാർക്കീസ് ഔദോ അയച്ച മെത്രാന് തങ്ങളെ ആധ്യാത്മികമായിട്ട് ഭരിക്കാനും നയിക്കാനും അയച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഏറെ സ്നേഹത്തോടും ഏറെ താല്പര്യത്തോടും ഏറെ വികാരപരമായിട്ട് മേലുസ് മെത്രാനെ സ്വന്തം മെത്രാനായിട്ട് സ്വീകരിക്കുക. റോക്കോസ് കിസ് നമ്മൾ കണ്ടു. റോക്കോസ് ഇസ്മയിൽ റോക്കോസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം തിരിച്ചു പോയെങ്കിൽ മേലുസ് സ്കിസം, മേലുസ് സീസ്മ അവിടെ അവസാനിച്ചില്ല. മേലുസ് നമ്മൾ ചരിത്രത്തിൽ ക്ലാസ്സിൽ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. മേലുസ് തിരിച്ചു പോയെങ്കിലും മേലുസിൻ്റെ അനുയായികൾ വീണ്ടും നിന്നു. ഇന്നും ഒരു ഗ്രൂപ്പായിട്ട് ഇന്നും അവർ കൂടുന്നുണ്ട്. നമുക്ക് ആ ചരിത്രത്തിൽ പഠിക്കാം. മേലുസ് ഇവിടെ വന്നു. മേലുസ് മെത്രാൻ ഇവിടെ വന്നപ്പോൾ ഏറെ അനുയായികൾ, പ്രത്യേകിച്ച് മാർത്തോമാസ്രാനികളുടെ വിശ്വാസികളുടെ സമൂഹം അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം പല പള്ളികളിലും പോവുകയും സ്വന്തമായിട്ട് മാർപ്പാപ്പ ആണ് എന്നെ അയച്ചു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ പല പള്ളികളിലും പോയി പല വൈദിക വിദ്യാർത്ഥികൾക്കും പട്ടം കൊടുത്തു. പല കൂദാശ കർമ്മങ്ങളും പല സ്ഥലങ്ങളിലും നടത്തി. വിശ്വാസികളുടെ സമൂഹം അദ്ദേഹത്തെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് മാർപ്പാപ്പയുടെ കമ്പി സന്ദേശം വരികയും മാർപ്പാപ്പ അദ്ദേഹത്തെ തിരിച്ച് വിളിക്കണമെന്ന് അന്നത്തെ അയച്ച ബാഗ്ദാദിലെ പാത്രിയാർക്കീസായിരുന്ന ഔദോയ്ക്കും നിർദ്ദേശം കൊടുത്തു. ഔദോയുടെ നിർദ്ദേശം സ്വീകരിക്കാണ്ട് മേലുസ് മെത്രാൻ കേരളത്തിൽ നിൽക്കുകയാണുണ്ടായത്. കേരളത്തിൽ നിന്നപ്പോൾ വീണ്ടും മാർപ്പാപ്പായുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് തന്നെ അയച്ച പാത്രിയാർക്കീസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് 1874 ഇവിടെ എത്തിയ മേലുസ് മെത്രാൻ 1882 വരെ തുടരുകയാണ്. 852 അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം ക്ഷമാപണം നടത്തി ബാഗ്ദാദിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് തിരിച്ചു പോകുന്നതിന് മുമ്പ് യാക്കോബ് മെത്രാൻ എന്നൊരു മെത്രാനെ വീണ്ടും പാത്രിയാർക്കീസ് അയക്കുകയുണ്ടായത്. ഇപ്പോൾ 2 മെത്രാന്മാരുടെ സ്ഥാനം ഉണ്ടായി. മേലുസ് മെത്രാനും യാക്കോബ് മെത്രാനും ഇവിടുത്തെ കേരളത്തിലെ മാർത്തോമാസ്രാനികളുടെ ആധ്യാത്മികമായ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം പരിഹരിക്കുന്നതിനും അവരെ ദൈവോന്മുഖരായിട്ട് വളർത്തുന്നതിനും വേണ്ടി 2 മെത്രാന്മാരുടെ സ്വാധീനം 2 മെത്രാന്മാരിപ്പം കേരളത്തിലെ ഭാരതത്തിലുണ്ടായി. മേലുസ് മെത്രാനും അതുപോലെ തന്നെ യാക്കോബ് മെത്രാനും. അപ്പോൾ 1882 മേലുസ് മെത്രാൻ മാർപ്പാപ്പയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ബാഗ്ദാദിൽ തിരിച്ചുപോയി. എന്നാൽ യാക്കോബ് മെത്രാൻ ഇവിടെ തുടരുകയാണ്. ഇപ്പോൾ യാക്കോബ് മെത്രാന് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം തൃശ്ശൂരായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം കുറവലങ്ങാടിലേക്ക് മാറ്റുകയാണ്. അതിന് ചരിത്രപരമായ കാര്യം, കുറവലങ്ങാട് എന്ന് ക്രൈസ്തവയുടെ കേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് സുറിയാനിക്കാരുടെ കേന്ദ്രമായിരുന്നു കുറവലങ്ങാട്. ഇപ്പോൾ കുറവലങ്ങാട് പള്ളിയിൽ പോയി താമസിക്കാനും അവിടുത്തെ വിശ്വാസികളെ പൂർണ്ണമായിട്ടും ഇവരുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യാക്കോബ് മെത്രാൻ അവിടെ പോയി താമസിച്ചു. ഈ സമയത്ത് കേരളത്തിൽ വലിയ പ്രഗത്ഭനായ ഒരു വ്യക്തിയെ ദൈവം ഒരുക്കിക്കൊണ്ട് വന്നിരുന്നു. കേരളത്തിൽ അതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി,
വലിയ പണ്ഡിതൻ, പ്രഗത്ഭൻ, വിവിധങ്ങളായ ഭാഷകൾ സംസാരിച്ചിരുന്ന, വിദേശത്തൊന്നും പോയിട്ടില്ലെങ്കിലും സ്വന്തമായിട്ട് ഇവിടെ നിന്ന് ഭാഷ പഠിച്ച വലിയൊരു പ്രഗത്ഭനായ വ്യക്തി, കേരളസഭയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പുണ്യനായ വ്യക്തി, നിധിയിരിക്കൽ മാണിക്കത്തനാർ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൻ്റെ ഗതിവിധികളെയൊക്കെ നിയന്ത്രിച്ചിരുന്ന 1887 വികാരിത്ത് സ്ഥാപിക്കാൻ വേണ്ടി മാണിക്കത്തനാരാണ് അന്നത്തെ കേരള സഭയ്ക്ക് നേതൃത്വം കൊടുത്തത്. വരും ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും നമ്മൾ മാണിക്കത്തനാരെക്കുറിച്ച് മാത്രം പഠിക്കണം. മാണിക്കത്തനാരെക്കുറിച്ച് VC ജോർജ് എഴുതിയ, ഷെവരിയാർ VC ജോർജ് എഴുതിയ വലിയ പുസ്തകമുണ്ട്. മാണിക്കത്തനാരെക്കുറിച്ച് വലിയ ഒരു 1000 പേജുള്ള പുസ്തകം നിങ്ങൾ വായിക്കണം. മാണിക്കത്തൻ അന്ന് അറിയപ്പെടുന്ന, സഭയെ സ്നേഹിച്ചിരുന്ന, സഭയുടെ ഐക്യം കണ്ടിരുന്ന, സഭയ്ക്ക് നേതൃത്വം കൊടുത്ത വലിയ പ്രഗത്ഭനായ സുറിയാനി മെത്രാനാണ് നിധിയിരിക്കൽ മാണിക്കത്തനാർ. ഇപ്പോൾ യാക്കോബ് മെത്രാൻ ഇവിടെ താമസിക്കുകയും ഇവിടുത്തെ വിശ്വാസികളെ തെറ്റായ രീതിയിൽ, മാർപ്പാപ്പയ്ക്കെല്ലാം വിരുദ്ധമായ രീതിയിൽ കൂട്ടായ്മയിൽ വളർത്തുകയും കൊണ്ട് യാക്കോബ് മെത്രാൻ കൊണ്ടുപോയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അന്നത്തെ പ്രഗത്ഭനായ മാണിക്കത്തനാർ മുന്നോട്ട് വരിക. 1890 യാക്കോബ് മെത്രാൻ മരിച്ചു. യാക്കോബ് മെത്രാൻ മരിച്ചു മുമ്പ് അദ്ദേഹം ക്ഷീണിതനായ സമയത്ത് പാലക്കാരൻ ആന്റണി തൊണ്ടനാട്ട് എന്നറിയപ്പെടുന്ന ഒരു വൈദികനെ യാക്കോബ് മെത്രാന് സഹായിക്കാൻ വേണ്ടി അദ്ദേഹം വിളിച്ചു. ഈ ആന്റണി തൊണ്ടനാട്ടിനെ വിളിക്കാനുള്ള കാരണമുണ്ട്. ആന്റണി കുടക്കച്ചിറ ബാഗ്ദാദിലേക്ക് പോയി റോക്കോസ് മെത്രാനെ കൊണ്ടുവന്നപ്പോൾ, റോക്കോസ് മെത്രാനെ തിരിച്ചു വിളിച്ചപ്പോൾ, റോക്കോസ് മെത്രാൻ്റെ കൂടെ ഈ ആന്റണി തൊണ്ടനാട്ട് എന്ന് പറയുന്ന വൈദികൻ, പാലക്കാരൻ വൈദികൻ ബാഗ്ദാദിലേക്ക് പോവുകയും ബാഗ്ദാദിലെത്തി അദ്ദേഹം പാത്രിയാർക്കീസിൽ നിന്ന് പട്ടം സ്വീകരിച്ച് മാർ അബ്ദീഷോ തൊണ്ടനാട്ടെന്ന പേരിൽ തിരിച്ചു വന്നു. ഇപ്പം എന്താ സംഭവിച്ചത്? കുറച്ച് വിശ്വാസികൾ പുതിയതായിട്ട് വന്ന ഈ വൈദികനെ മാർ അബ്ദീഷോ തൊണ്ടനാട്ടെന്ന് പറഞ്ഞ വൈദികനെ സ്വീകരിച്ചു. എന്നാൽ ഏറെ വൈദികർ, ഏറെ സമൂഹങ്ങൾ, വിശ്വാസികളുടെ സമൂഹം ഇദ്ദേഹത്തെ തിരസ്കരിച്ചു. അപ്പം തനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് വികാരി അപ്പസ്തോലിക്കായിരുന്ന ലെയനാർഡ് മല്ലാനോട് കത്ത് കൊടുത്ത് കേണപേക്ഷിച്ച് ഒരു സാധാരണ വൈദികനായിട്ട് തുറന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്ന മാർ അബ്ദീഷോ ആന്റണി തൊണ്ടനാട്ട് പാലായിൽ ഒരു പള്ളിയിൽ വികാരിയായിട്ട് കഴിയുകയായിരുന്നു. അപ്പോൾ യാക്കോബ് മെത്രാൻ തൻ്റെ മരണത്തിൻ്റെ സമയത്ത് അവസാന കാലഘട്ടങ്ങളിൽ ഈ തൊണ്ടനാട്ട് അച്ഛനെ വിളിക്കുകയും തൻ്റെ ദൗത്യം ഇവിടെ തുടരാൻ വേണ്ടി ആഗ്രഹിച്ചു. അപ്പം എന്താ സംഭവിച്ചത്? 1890 യാക്കോബ് മെത്രാൻ മരിച്ചപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ മേലൂസ് അനുയായികളുടെ പിൽക്കാലത്തത് യാക്കോബ് മെത്രാൻ്റെ കീഴിലേക്ക് വന്നു. ആ അനുയായികളുടെ ഗ്രൂപ്പിനെ നയിക്കാൻ വേണ്ടി ബാഗ്ദാദിൽ റോക്കോസ് മെത്രാൻ തിരിച്ചു പോയപ്പോൾ റോക്കോസ് മെത്രാനിവിടെ തിരിച്ചു ചെന്ന് ബാഗ്ദാദിൽ വെച്ച് മെത്രാൻ പട്ടം സ്വീകരിച്ച മാർ ആന്റണി തൊണ്ടനാട്ട്, മാർ അബ്ദീഷോ തൊണ്ടനാട്ട് തൻ്റെ മെത്രാൻ കുപ്പായവും കുരിശും മാലയും എല്ലാം എടുത്ത് ധരിച്ച് അദ്ദേഹം മുന്നോട്ട് വരികയുണ്ടായി. അപ്പം അദ്ദേഹം അത് സഭയ്ക്ക് നേതൃത്വം കൊടുത്തു, മാർ അബ്ദീഷോ. അപ്പം അതെന്നെ സംഭവിച്ചത്? മേലൂസിൻ്റെ അനുയായികളുടെ ഗ്രൂപ്പ് തുടരുക. അപ്പം ആ ഗ്രൂപ്പ് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ 1908 എന്താ സംഭവിച്ചത്? 1908 നെസ്തോറിയൻ ഒരു മെത്രാനായിരുന്ന അബിമലക്ക് എന്ന മെത്രാൻ ഇവിടെ വരിക, കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നപ്പോൾ ഈ ഗ്രൂപ്പുണ്ട്, മേലൂസിൻ്റെ അനുയായികൾ, പിൽക്കാലത്ത് യാക്കോബ് മെത്രാൻ്റെ അനുയായികൾ, പിൽക്കാലത്ത് ഇപ്പോൾ മാർ അബ്ദീഷോ തൊണ്ടനാട്ടിൻ്റെ അനുയായികൾ. ആ അനുയായികളെ മൊത്തം സ്വീകരിച്ചു. ആ അനുയായികൾ മൊത്തം ഈ അബിലക് എന്ന അറിയപ്പെടുന്ന നെസ്തോറിയൻ മെത്രാൻ്റെ കീഴിൽ വന്നു. അപ്പോൾ ഇന്ന് അവർ ഒരു ഗ്രൂപ്പായിട്ട് അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറഞ്ഞ് തൃശ്ശൂർ മാത്രമുള്ള സൂറായ സഭ എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പായിട്ട് തുടരുന്നുണ്ട്. നോക്കിക്കേ, നമ്മൾ പഠിക്കുമ്പോൾ എത്രമാത്രം വേദനയോടെ കാണുന്നത്. മാതൃസഭ, കേരളത്തിലെ ഒറ്റക്കെട്ടായിരുന്ന സഭ പിളർന്നു ചെറിയ ഗ്രൂപ്പായിട്ട് അധപ്പതിച്ച് കത്തോലിക്ക സഭയുടെ ഒരു ഇടയൻ്റെയും തൊഴുത്തിൻ്റെയും കൂട്ടായ്മയിൽ നിന്ന് പിരിഞ്ഞ് പല തുറമുഖങ്ങളിലേക്ക്, പല ഉറവിടങ്ങളിലേക്ക് പോകുന്ന ദയനീയമായ കാഴ്ച. ചരിത്രം പഠിക്കുന്ന, ചരിത്രം അറിയാൻ ശ്രമിക്കുന്ന
നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമാണ് സഭയിലെ പിളർപ്പുകൾ, സഭയിലെ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് സഭ ഭിന്നിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഈ 2 ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിലും ഇപ്പോഴത്തെ ക്ലാസ്സിൽ നമ്മൾ സത്യമായിട്ട് പഠിച്ചത് എന്താണ്? 2 ശീഷ്മകൾ, റോക്കോസ് ശീഷ്മയും മേലൂസ് ശീഷ്മയും സഭയെ വീണ്ടും ഭിന്നപ്പിലേക്ക് നയിക്കുക. റോക്കോസ് ശീഷ്മ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. റോക്കോസ് മെത്രാൻ തിരിച്ചു പോയവരോട് തീരുകയുണ്ടായി. എന്നാൽ മേലൂസ് ശീഷ്മ അതിവിടെ തുടർന്നു. അതിന്ന് തൃശ്ശൂർ ഒരു ചെറിയ വിഭാഗമായിട്ട് അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്ന പേരിൽ, ശൂറായ സഭ എന്ന പേരിൽ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് ഇന്ന് മേലൂസ് അനുയായികൾ മേലൂസ് ശീഷ്മയുടെ ബാക്കി പത്രമായിട്ട് തുടരുകയാണ്. ഇപ്പം ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഈ മേലൂസ് ശീഷ്മയെ അകറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച, റോക്കോസ് ശീഷ്മയെ അകറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച മഹത് വ്യക്തികളായ നമ്മുടെ വാഴ്ത്തപ്പെട്ട ചാവറയച്ചനെങ്കിൽ മേലൂസ് ശീഷ്മയെ പ്രതിരോധിക്കാനും വേണ്ടി, മേലൂസ് ശീഷ്മയെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച പ്രഗത്ഭനായ വിശുദ്ധനായ ഒരു വൈദികനാണ് നിതീരിക്കൽ മാണിക്കത്തനാർ. അദ്ദേഹത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് 18 നൂറ്റാണ്ടുകളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, ചരിത്രത്തിലെ നമ്മുടെ സംഭാവന, പ്രത്യേകിച്ച് ഈ കേരളത്തിലെ സ്വജാതീയ മെത്രാൻ ലഭിക്കുന്നതിന് വേണ്ടി നീണ്ട പ്രയത്നം നടത്തിയ, നീണ്ട കത്തുകൾ എഴുതിയ വലിയൊരു വ്യക്തിയാണ് നിതീരിക്കൽ മാണിക്കത്തനാർ. നിതീരിക്കൽ മാണിക്കത്തനാർ അന്നുണ്ടായിരുന്ന സഭയുടെ ഐക്യം, സഭയിലെ ഐക്യമുണ്ടാകാൻ വേണ്ടി ഏറെ ആഗ്രഹിച്ച വ്യക്തിയാണ്. 1887 വികാരിയത്ത് സ്ഥാപിച്ചപ്പോൾ, 1897 പ്രത്യേകിച്ച് പിന്നീട് 3 വികാരിയത്ത് ഉയർത്തിയപ്പോൾ, അപ്പോൾ അവിടെയെല്ലാം മാണിക്കത്തനാരുടെ റോള്, മാണിക്കത്തനാരുടെ സംഭാവന വളരെ ശ്രേഷ്ഠമാണ്. വളരെ നമുക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ ചരിത്രത്തിൻ്റെ ഏടുകളിൽ, ഒരുപക്ഷെ മറന്നുപോയിട്ട് പലരും മറന്നെങ്കിലും ചരിത്രത്തിലെ ചരിത്രാർത്ഥികൾക്ക്, ചരിത്രം പഠിക്കുന്നവർക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ മാണിക്കത്തനാർ ഇന്നും തിളങ്ങി വിളങ്ങി നിൽക്കുക. അത്രമാത്രം സഭയെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് നിതീരിക്കൽ മാണിക്കത്തനാർ. വരുന്ന ക്ലാസ്സിൽ നമുക്ക് മാണിക്കത്തനാരിൻ്റെ റോള് എന്താണ്, മാണിക്കത്തനാർ സഭയ്ക്ക് നൽകിയ സംഭാവന, അദ്ദേഹം എന്താണ് ശ്രമിച്ചത്, എന്താണ് ആഗ്രഹിച്ചത്, സഭയെ എന്താണ്, സഭയുടെ കൂട്ടായ്മ നിലനിർത്താൻ വേണ്ടി എന്ത് പരിശ്രമിച്ചു, എവിടെയാണ് അദ്ദേഹം പരിശ്രമിച്ചതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുകയും നമ്മളതിനെക്കുറിച്ച് അറിയാനും ശ്രമിക്കുകയാണ്. ഞാൻ ഈ ക്ലാസ്സിൻ്റെ ആരംഭം സൂചിപ്പിച്ചതുപോലെ നമുക്കിത് ഈ റെഫറൻസ് ഗ്രന്ഥങ്ങൾ ക്ലാസ്സിനോടൊപ്പം നിങ്ങൾ കൂട്ടി വായിക്കുമ്പോഴാണ് അതിൻ്റെ നമ്മുടെ അറിവ്, ചരിത്രം പൂർണ്ണമാവുക. ക്ലാസ്സിലെ തുച്ഛമായി കേൾക്കുന്ന കാര്യങ്ങൾ പുസ്തകത്തിലൂടെ, നമ്മുടെ ഏടുകളിലൂടെ വായിച്ച് അതിനെ വിപുലീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ അറിവ്, ചരിത്രത്തിൻ്റെ നമ്മുടെ അറിവ് അത് കൂടുതൽ മുന്നോട്ട് പോവുകയും കൂടുതൽ അറിയാൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ട, പ്രത്യേകിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിലും ഈ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും കണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? സഭയിലുണ്ടായ പിളർപ്പ് അത് ഇവിടുത്തെ വിശ്വാസികളുടെ സമൂഹം ആഗ്രഹിച്ചിരുന്നില്ല. അത് അവർ എപ്പോഴും മാറ്റാൻ വേണ്ടി, ആ പിളർപ്പ് മാറി സഭയിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി, സഭയിൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടി ഒരിടയനും ഒരാടും ഒരു തൊഴുത്തും ആയിത്തീരുന്നതിന് വേണ്ടി ഏറെ പരിശ്രമിക്കുകയാണ് സഭാധനയർ. സഭാധനയർ ആഗ്രഹിച്ചത് തന്നെയാണ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരാളെന്നോട് വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് കൂടെ ബാഗ്ദാദിലേക്ക് ഓറിയൻ്റൽ പാത്രിയാർക്കീസിന് ഇവിടുത്തെ വിശ്വാസികൾ എഴുതിയത്? മാർപ്പാപ്പയ്ക്ക് എഴുതിയാൽ പോരായിരുന്നോ? മാർപ്പാപ്പയ്ക്ക് പ്രൊപ്പഗാൻഡ ഫീതയിൽ നിന്ന് മെത്രാൻ അയച്ചത്? തീർച്ചയായിട്ടും അത് നല്ലൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് എഴുതി? ഞാൻ പല പ്രാവശ്യം ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് സൂചിപ്പിച്ചതാണ്. നമ്മുടെ ഇവിടുത്തെ സഭ, പ്രത്യേകിച്ച് മാർത്തോമാ സഭ സ്ഥാപിച്ചത് മാർത്തോമാ ശ്ലീഹ, കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന തോമാസ് ശ്ലീഹയാണ്. അദ്ദേഹമാണ് പേർഷ്യയുടെ സഭ സ്ഥാപിച്ചത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്ന അദ്ദായും മാറിയുമാണ് അവിടെ സ്ഥാപിച്ചത്. അപ്പം അവിടെ നിന്ന് ഒരു ഐക്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കച്ചവടത്തിനൊക്കെ പേർഷ്യയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിരുന്നു. ആ കച്ചവടക്കാരുടെ കൂട്ടത്തിലായിരിക്കും ഒരുപക്ഷെ തോമാസ് ശ്ലീഹ ഇവിടെ വരുവാനും ഇവിടുത്തെ ഈശോയെക്കുറിച്ച് പറഞ്ഞു തരാനൊക്കെ സാധ്യമായി തീർന്നത്. അത് ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പം അങ്ങനെ ഒരു കച്ചവട ബന്ധമുണ്ടായിരുന്നു. പിന്നെ ഒരു ഭാഷയുടെ ബന്ധമുണ്ടായിരുന്നു. അത് നമ്മുടെ ആരാധനക്രമത്തിൽ ഉപയോഗിച്ച സുറിയാനി ഭാഷ. അപ്പോൾ 2 ബന്ധങ്ങൾ, കച്ചവട ബന്ധങ്ങൾ, സുറിയാനി ഭാഷ, ആരാധന ഭാഷയിലെ ബന്ധങ്ങൾ, ഈ 2 ബന്ധങ്ങളും നമ്മുടെ സഭയെ, ഈ കേരളത്തിലെ സുറിയാനി സഭയെ പേർഷ്യയിലെ സഭയുമായിട്ട് ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധ്യമായി തീർന്നു. മാത്രമല്ല ഇവിടുത്തെ ഭരിച്ചിരുന്ന മെത്രാന്മാർ
പേർഷ്യയിലെ മെത്രാന്മാരായിരുന്നു. അന്ന് കേരളത്തിലെ മാർത്തോമസ്തരുടെ സെറ്റപ്പ് അനുസരിച്ച് ക്ലാസ്സിൽ നേരത്തെ സൂചിപ്പിച്ചതാ, ആർച്ച് ഡീക്കനാണ് ഭരിച്ചിരുന്നത്. ഒരു വൈദികൻ, ആർച്ച് ഡീക്കൻ, അദ്ദേഹമാണ് ഭൗതികമായിട്ട് എല്ലാ കാര്യം നോക്കിയിരുന്നത്. മെത്രാന്മാർ അന്ന് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും പട്ടം കൊടുക്കാനും മാത്രമായിട്ടാണ് മെത്രാന്മാർ ഇരുന്നത്. ഇപ്പം മെത്രാന്മാർ, അന്നത്തെ പേർഷ്യയിലെ മെത്രാന്മാർ ഇവിടെ വന്നിരുന്നു, ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു, വൈദികാർത്ഥികൾക്ക് പട്ടം കൊടുത്തു, കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനും ഉപവാസത്തിനും കൊടുത്തു. പക്ഷേ സഭയുടെ പൊതുവായ കാര്യങ്ങൾ നോക്കിയിരുന്നത് ആർച്ച് ഡീക്കൻ. എനിക്ക് ഇന്നത്തെ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു പദവി തന്നെ ആർച്ച് ഡീക്കൻ്റെ പദവി. അപ്പോൾ ആർച്ച് ഡീക്കനാണ് കേരളത്തിലെ ഈ സുറിയാനി സഭയുടെ, പ്രത്യേകിച്ച് മാർത്തോമാസ്തരുടെ സഭയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ വിശ്വാസികളുടെ സമൂഹം റോമിലേക്ക് നിരന്തരമായിട്ട് കത്തുകൾ എഴുതി, ഞങ്ങൾക്ക് വൈദേശികളായ മെത്രാന്മാരെ ഭരണിക്കാൻ ആവശ്യമില്ല എന്ന് എഴുതുകയും, സുജാതിയായ മെത്രാന്മാരെ, ഇവിടുത്തെ തന്നെ വൈദികരെ മെത്രാന്മാരായിട്ട് ഞങ്ങളുടെ ആധ്യാത്മികമായ കാര്യങ്ങൾ നോക്കിത്തരാൻ വേണ്ടി വാഴ്ച തരണമെന്ന് നിരന്തരമായിട്ട് കത്ത് റോമിലെ മാർപ്പാപ്പായ്ക്കും പ്രൊപ്പഗാന്ത ഫീതയ്ക്കും നിരന്തരമായി എഴുതിയതിന് യാതൊരു മറുപടിയും കിട്ടാത്തതുകൊണ്ടാണ് 17-ാം നൂറ്റാണ്ട് വരെ നയിച്ചിരുന്ന പേർഷ്യൻ സഭയുമായിട്ട് പേർഷ്യയിലെ പാത്രിയാർക്കീസിനെ വീണ്ടും എഴുതുകയും അവിടുന്ന് ഒരു മെത്രാൻ വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏറെ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസികളുടെ സമൂഹം ബന്ധപ്പെട്ടത്. അതിൻ്റെ പരിണതഫലമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട റോക്കോസ് മെത്രാൻ്റെ വരവായിട്ടുണ്ടായ റോക്കോസ് ശീഷ്മയും, ഇപ്പോൾ ക്ലാസ്സിൽ കണ്ട മേലൂസ് മെത്രാൻ്റെ വരവോടുകൂടി ഉണ്ടായ മേലൂസ് ശീഷ്മയും. അപ്പോൾ ചരിത്രത്തിലെ രണ്ട് ശീഷ്മകൾ, പ്രത്യേകിച്ച് 17-18 നൂറ്റാണ്ടുണ്ടായ രണ്ട് ശീഷ്മകളാണ് റോക്കോസ് ശീഷ്മ, മേലൂസ് ശീഷ്മ. റോക്കോസ് ശീഷ്മ അവസാനിച്ചു, പക്ഷെ മേലൂസ് ശീഷ്മ അത് അവസാനിച്ചില്ല. മേലൂസ് മെത്രാൻ തിരിച്ചുപോയി. പക്ഷേ മേലൂസ് മെത്രാൻ്റെ അനുയായികൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് തൃശ്ശൂർ അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്ന പേരിൽ, സൂറായ സഭ എന്ന പേരിൽ ഒരു ചെറിയ മൈനോറിറ്റി ഗ്രൂപ്പായിട്ട് ആ ഗ്രൂപ്പ് തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ സൂചിപ്പിച്ചു, ഈ മേലൂസ് ശിഷ്മയെ കേരളത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് നെദ്വീരിക്കൻ മാണിക്കത്തനാർ. അപ്പോൾ നമുക്ക് വരുന്ന ക്ലാസ്സിൽ നെദ്വീരിക്കൻ മാണിക്കത്തനാരുടെ സംഭാവന നമുക്ക് കൂടുതൽ സവിശേഷമായ രീതിയിൽ പഠിക്കണം. ഇപ്പോൾ ഇത്രയും സമയം മേലൂസ് ശിഷ്മയെക്കുറിച്ച് ശ്രദ്ധാപൂർവം എന്നെ കേട്ടിരുന്ന എല്ലാ പഠനാർത്ഥികൾക്കും ആൽഫ തിയോളജിയുടെ പേരിലുള്ള നന്ദിയും വാത്സല്യവും അറിയിച്ചുകൊണ്ട് വരുന്ന ക്ലാസ്സിലേക്ക് നമുക്ക് ശ്രദ്ധാപൂർവം കാത്തിരുന്ന് വരുന്ന ക്ലാസ്സിൽ കൂടുതൽ ചരിത്രത്തിൻ്റെ ഏടുകൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727 2343707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.